തിരുവല്ല റവന്യൂ ടവറാണ് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം നിലയിലാണ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തിക്കുന്നത്. രഘു നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ അടുത്ത ഒരു 20 മിനിറ്റ് സമയത്തിനുള്ളിൽ പ്രതിയുമായി പോലീസിൻ്റെ വാഹന വ്യൂഹം തിരുവല്ലയിലേക്ക് എത്തിച്ചേരും. നേരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മധ്യഭാഗത്തുകൂടി വാഹനം കടന്നു വരികയും പിന്നീട് പ്രധാനപ്പെട്ട എൻട്രൻസ് വഴി പ്രതിയെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയം തന്നെ BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകരും ഇവിടെ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രതിഷേധം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി പോലീസുകാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷീൽഡും അതോടൊപ്പം തന്നെ ഹെൽമറ്റും ലാത്തിയും ഒക്കെ അവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു ബലപ്രയോഗത്തിൻ്റെ സാധ്യത അത് വന്നാൽ പോലും എങ്ങനെയും അതിനെ നേരിട്ടുകൊണ്ട് പ്രതിയെ യഥാസമയം തന്നെ കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 2 ഘട്ടത്തിൽ, അതായത് കൊണ്ടുവരുന്ന സമയത്തും അതോടൊപ്പം അതിനെ തിരിച്ചിറക്കി കൊണ്ടുപോകുന്ന വേളയിലും നമുക്ക് പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഏത് പ്രതിഷേധം ഉണ്ടായാലും പോലീസ് ബലം പ്രയോഗിച്ച് അത് നീക്കം ചെയ്തുകൊണ്ട് പ്രതി യഥാസമയം കോടതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമായിരിക്കും ഉണ്ടാവുക. പ്രതിഷേധത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ശാരീരികമായ രീതിയിൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവല്ല DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹമാണ്. അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ DYSP കോടതി പരിസരത്ത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? അങ്ങനെ ആരെങ്കിലും പ്രവർത്തകർ, DYFI പ്രവർത്തകരോ BJP പ്രവർത്തകരോ മറ്റോ ഉണ്ടോ അഭിലാൽ? യുവമോർച്ചയുടെയും BJPയുടെ ഏതാനും പ്രവർത്തകർ എൻ്റെ എൻട്രൻസ് ഗേറ്റിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധവുമായി അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കം ആണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നിപ്പോൾ മാവേലിക്കര സബ് ജയിലിന് സമീപത്തും ഉണ്ടായ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും തിരുവല്ല കോടതി പരിസരത്ത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട്. അത് കൊണ്ടുവരുമ്പോഴും തിരികെ കൊണ്ടുപോകുമ്പോഴും അത് സാധ്യമാകാനുള്ള ചാൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവല്ല DYSP നമ്മോടൊപ്പം ചേരുന്നു. സാർ, പ്രതിഷേധം നമ്മൾ മുന്നിൽ കാണുന്നുണ്ടല്ലേ? ഞങ്ങൾ ഇതിൻ്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നോക്കുക എന്നുള്ളതാണ്, പിന്നീട് പറയാം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ തന്നെയാണ്. പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷേ ആദ്യമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വേളയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യുതി പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തിരികെ കൊണ്ടുപോകുന്ന വേളയിൽ കോടതിയിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്ന വേളയിൽ ആശുപത്രിയിൽ എത്തിച്ചൊരു വൈദ്യ പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഈ കോടതിയിലെ നടപടികളാണ്. അതായത് 11 മണിക്ക് കോടതി ചേർന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് പരിഗണിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. പരിഗണിച്ചാൽ തന്നെ അത് ആ വാദത്തിലേക്ക് ആദ്യം പോകുമോ, പിന്നീട് വാദം കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയുകയില്ല. എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് തന്നെ പ്രതിയെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം കേസിൻ്റെ അന്വേഷണം പ്രാരംഭ ദിശയിലാണ്. മാത്രമല്ല കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഭവം നടന്നതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെത്തിച്ച് പ്രതിയുമായുള്ള തെളിവെടുപ്പ് അവശേഷിക്കുന്നുണ്ട്. ഈ 2 ഘട്ടങ്ങൾ തന്നെയാണ് ഇന്നലെ പ്രോസിക്യൂഷനും കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ വാദമായി പ്രധാനമായി ഉന്നയിച്ചത്. അതിനാൽ തന്നെ ഒരാഴ്ചയ്ക്ക് അടുത്തൊരു ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുക. അതേസമയം തന്നെ പ്രതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ പരിപൂർണമായി അസത്യമാണ്. അതിനാൽ തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഇന്നലെയും പ്രതിഭാഗം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടി ഇന്ന് കോടതിയിലേക്ക് വരികയാണ്. സ്വാഭാവികമായും പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കോടതി കേൾക്കുകയും ശേഷം പ്രതീക്ഷിക്കാവുന്നത് പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഇന്ന് തന്നെ തിരുവല്ലയിലെ തൊട്ടടുത്ത ഹോട്ടൽ മുറിയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിന് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ AR ക്യാമ്പിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്കോ പ്രതിയെ കൊണ്ടുപോകാനാണ് സാധ്യത. തെളിവെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് നീക്കിവെക്കാനും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം